ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ചാരയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ഓരോ മക്കൾക്കും ആശംസകൾ നേരുന്നു. ഒരാൾ അയാളെ സ്നേഹിക്കുന്നു എന്ന് തോന്നണമെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുകയും അവരുടെ ചിന്തകളെ മാനിക്കുകയും ചെയ്യണം. അപ്പോൾ അവരുടെ ജീവിതത്തിന് നമ്മളൊരു സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് അതിലൂടെ അവർക്ക് മനസ്സിലാകും. ചാരെ എന്ന വയോജന സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. 2 വാക്കുകളാണ് എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. അതിലൊന്ന് വെൽബീയിങ് ആണ്, ആരോഗ്യ സംരക്ഷണം. അത് ശാരീരികമാകാം, ആത്മീകമാകാം, മാനസികമാകാം, സാമൂഹികമാകാം. വയോജന കാലം പല കാര്യങ്ങൾക്കും നിയന്ത്രണം വരുന്ന കാലമാണ്. സ്വതന്ത്ര സഞ്ചാരം ബുദ്ധിമുട്ടാകുന്നു. മറ്റുള്ളവരുമായിട്ടുള്ള പങ്കിടലുകൾ കുറഞ്ഞു വരുന്നു. ചിലപ്പോൾ കുടുംബങ്ങളിൽ തന്നെ പങ്കാളികൾ വിട്ടുപിരിഞ്ഞു പോയിരിക്കാം. മക്കൾ അന്യദേശങ്ങളിലായിരിക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കഴിയുന്ന ഓരോരുത്തർക്കും അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ, അത് ശാരീരികമാണെങ്കിൽ അവരുടെ റെഗുലർ അപ്പോയിൻമെൻറ്റ്സ്, അവർ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് അപ്ഡേറ്റ്സ്, അവർ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ, ഇനി മരുന്നുമായി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അവർക്ക് ഭക്ഷണ ക്രമീകരണങ്ങളുണ്ടെങ്കിൽ അത് സമയാസമയങ്ങളിൽ ലഭിക്കുന്നു എന്നുള്ളതും, ഈ 2 എൻഡും അവരുടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എൻഡും അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഫിസിക്കൽ വെൽബീയിങ്ങിൻ്റെ ഒരു കാര്യം അത് ശരിയായി വരും. രണ്ടാമത് സ്പിരിച്വൽ വെൽബീയിങ് ആണ്. അതാത് ഇടവകകളിലെ ഉത്തരവാദിത്തപ്പെട്ട സുവിശേഷ പ്രവർത്തകർ, വികാരിമാർ, അതുപോലെ ആത്മീക പ്രവർത്തകർ അവരെ മനസ്സിലാക്കുകയും അവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോടൊപ്പം ഇരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ആത്മീക തലങ്ങളിൽ അവർക്ക് ഉണർവുണ്ടാകും. വിശുദ്ധ കുർബാന അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള ക്രമീകരണം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അവരുടെ പേരുകൾ കുർബാനയിൽ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമായിട്ടും നാം എടുക്കുക. സാമൂഹികമായ കാര്യങ്ങളിൽ നാടിൻ്റേതായ മറ്റ് എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളുള്ളപ്പോൾ ആരുടെയെങ്കിലും സഹായത്തിലെങ്കിലും അവർക്കതിലൊക്കെ പങ്കാളികളായി തീരുവാൻ പറ്റുന്നെങ്കിൽ അതൊരു വലിയ ഉപകാരമായിരിക്കും. ചാരെ അത് നിർവഹിക്കും എന്നുള്ളത് അവരെ ബോധവൽക്കരിക്കുക. രണ്ടാമത് ഒരു മോട്ടിവേഷനാണ്. ലൈഫ് നാളെ അല്ലെങ്കിൽ ഇന്ന് ജീവിക്കണം എന്ന് അവരുടെ മനസ്സിലുള്ള തോന്നൽ. പലപ്പോഴും വാർദ്ധക്യ സഹജമായ അവസ്ഥകളിൽ കഴിയുന്നവർ വേദനകൾ പങ്കുവെക്കാറുണ്ട്, നിരാശകൾ പങ്കുവെക്കാറുണ്ട്. തങ്ങളെ കൊണ്ട് സമൂഹത്തിന് ആവശ്യമുണ്ടോ, കുടുംബത്തിന് ആവശ്യമുണ്ടോ എന്ന ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ അവരെ നമ്മൾ റീഎൻഷുർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ചാരയുടെ പ്രവർത്തനത്തിലൂടെ അത് സാധ്യമാകും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അവരോടൊപ്പം സമയം ചിലവിടുമ്പോൾ, ഒരു പർട്ടിക്കുലർ സമയം അവർക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുമ്പോൾ അവർ നമ്മളെ പ്രതീക്ഷിക്കും. അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മളായിത്തീരും. ഇപ്പോൾ രാവിലെ ഉണരുന്ന ഒരു വ്യക്തി 7 മണിക്ക് പത്രം വരുന്നു, 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, അല്ലെങ്കിൽ 9 മണിയാകുമ്പോഴത്തേക്ക് തങ്ങളെ കെയർ ചെയ്യുന്ന ഒരാൾ വരുന്നു എന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ ആ വ്യക്തി നേരത്തെ തന്നെ ഉണർന്ന് കാത്തിരിക്കും. ഉച്ചയ്ക്ക് ഭക്ഷണവുമായി ഒരാൾ വരുന്നുവെങ്കിൽ, സന്ദർശിക്കാൻ ഒരാളെത്തുമെന്ന് തോന്നലുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവരെ സ്വീകരിക്കുവാൻ അവർ ഒരുങ്ങി നിൽക്കും. വൈകുന്നേരമാകുമ്പോഴത്തേക്കും ദൂരെ നിൽക്കുന്ന മക്കൾ വിളിച്ചന്വേഷിക്കും എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അത് കാത്തിരിക്കും. ഇങ്ങനെ ഒരു കാത്തിരിപ്പാണ് അവരുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇന്നും നാളെയും മറ്റന്നാളും അവരെ അന്വേഷിക്കുവാനും കാണുവാനും കരുതുവാനും ആളുകളുണ്ട് എന്നുള്ള തോന്നൽ അവരുടെ ഉള്ളിൽ ജനിപ്പിക്കുമ്പോൾ നിശ്ചയമായിട്ടും ആ അവസ്ഥകളിൽ പോലും അവർ പ്രത്യാശയോടുകൂടി ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുവാൻ സാധിക്കും. അത് ചാരയുടെ പ്രവർത്തനത്തിലൂടെ ഈ 2 കാര്യങ്ങൾ, വെൽബീയിങ് ആൻഡ് മോട്ടിവേഷൻ, നടക്കും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു.